ചേട്ടാ ഇത് ബസ് സ്റ്റോപ്പിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ടല്ലോ. മോൻ ചെറുപ്പമല്ലേ, ശകലൊക്കെ അങ്ങോട്ട് നടക്കും. ഫോൺ വിളിച്ച ചേട്ടൻ എന്താ പറഞ്ഞത്? ബസ് സ്റ്റോപ്പിൽ നിന്ന് കാലെടുത്ത് വെക്കുന്ന തന്നെ വീട്ടിലേക്കാന്നാ. ഇതാ ഞാൻ പറഞ്ഞ വീട്, നല്ല ഐശ്വര്യമുള്ള വീടാ. കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. എന്തോന്ന് കുഴപ്പമാണോ? വലിയ വലിയ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ താമസിച്ചില്ല. എന്നാലും ഒരാഴ്ചത്തേക്ക് വേണ്ടി ചേട്ടൻ 1 മാസത്തെ വാടക വെച്ചോട്ടും ശരിയായില്ല. എന്ത് ശരിയായില്ലെന്ന്? ടി വിക്ക് ടി വി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീന്, 2 കക്കൂസ്, എവിടെ കിട്ടുമല്ലോ ഈ വാടകയ്ക്ക് ഈ സെറ്റപ്പ്? അതെ അതെ. നീ ഐശ്വര്യമായിട്ടാ വലതുകാലം വെച്ചിരുന്നു. ചേട്ടൻ ഈ വീട് വാങ്ങിച്ചിട്ട് എത്ര നാളായെന്ന് പറഞ്ഞേ? ഒരു 7 മാസങ്ങളെ കഴിയുമ്പോഴല്ലോ. 2 വർഷമാവും. ഓ വേണ്ടേ, ഈ വീട്ടിൽ പ്രേതമുണ്ട് യക്ഷിയുണ്ടെന്നും പറഞ്ഞ് പലരും പറഞ്ഞു കിടപ്പുണ്ട്. നിങ്ങളാന്ന് കാര്യമാക്കണ്ട, ചുറ്റും അസൂയക്കാർ. പ്രേതോ? എന്നാലും ഒന്ന് കാണണമല്ലോ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, രാവിലെ ഒന്ന് എടുത്തോളാം. എന്തോന്ന് എടുത്തോളാം ഒന്ന്? അല്ല, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളാം. ശരി. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. ഉച്ച കഴിഞ്ഞ ഒരാളൂടെ വരുന്നുണ്ട്, ഒരു സതീഷ് പോറ്റി, ശാന്തിക്കാരനാണ്. പിന്നെ പ്രേമൻ്റെ ഒരു കൂട്ടുകൂടെ ആവുമല്ലോ. ശാന്തിക്കാരനോ? അതൊന്നും പറ്റില്ല. എനിക്കാണെങ്കിൽ വീട്ടിലൊന്നും കണ്ടുകൂടാ. ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് അങ്ങനെ വരാൻ പറ. അതിപ്പോൾ വാടക മുൻകൂട്ടി വാങ്ങിയ സ്ഥിതിക്ക് പ്രേമനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ശാന്തി എങ്കിൽ ശാന്തി. ഓ ഇതൊന്നും തീർന്നോ? സോണി വരുന്നുണ്ടല്ലോ, ഞാനോട് വിളിച്ചു പറയാം. അയാൾ പറഞ്ഞ എല്ലാ സൗകര്യവും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു റേഞ്ച് പോലും ഇല്ലല്ലോ ഇവിടെ. നല്ല പലിശ. ഹലോ, എടാ സോണി, നീ എപ്പോൾ എത്തും? ഒരുപാട് രാത്രിയാ നിൽക്കണ്ട. ഒന്നാമതൊരു ഓണം കയറാൻ മൂലയാണ്. വഴി തെറ്റിയാൽ പിന്നെ എവിടെ ചെന്ന് കയറുന്ന ഒരു പിടുത്തം ഉണ്ടാവില്ല. ശരി. ആരാ? സതീഷ് നമ്പൂതിരി. വിക്രമപിള്ള ചേട്ടൻ പറഞ്ഞിട്ട് വന്നതാ. ആഹാ, എന്ത് മനോഹരമായ വീട്. അല്ല, എവിടെ എൻ്റെ മുറി? ഹലോ, എന്താ പേര്? എൻ്റെ ഒരു പ്രേമേന്ദ്രൻ. പ്രേമെന്ന് വിളിക്കും. ആര് വിളിക്കും? എന്തുവാ ജോലി? ഞാൻ യുക്തിവാദി അസോസിയേഷൻ്റെ ജില്ലാ പ്രസിഡന്റാ. ഇതൊക്കെ ഒരു ജോലിയാണോ? ഇത് ഒരു ജോലി ഇല്ലാത്തൊരു ചെയ്യുന്ന പണിയല്ലേ? എന്തോടെ അത്ര കണിക്കാൻ? നിർത്തണോ? പൊട്ടും തൊട്ട് കുറിയും വരച്ച് മനുഷ്യനെ പഠിച്ച് നടക്കുന്ന തനിക്കൊക്കെ യുക്തിവാദിയെ കുറിച്ച് എന്തറിയാം? അതറിയണമെങ്കിലേ ശാസ്ത്രം പഠിക്കണം. അതിന് ബുദ്ധി വേണം. അതൊക്കെ തനിക്കുണ്ടോ? അതിനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. എന്നാലേ ഭക്തിയാം ചൂണ്ടൽ ഒരിക്കൽ വിഴുങ്ങിയ ബുദ്ധിഹീനന് മുക്തിയിൽ ഒരിക്കലും. ഇത് എഴുതിയാരാന്ന് എനിക്കറിയാമോ? എടോ ഇടശ്ശേരി. ഓ ഇടശ്ശേരി. എന്നാ പിന്നെ അങ്ങോട്ട് മാറിക്ക്. നിൽക്കണോ? ഏതാ സീൻ? നടക്കുന്നതാ. എത്ര സമയം എടുക്കും? ഇത് കുറച്ച് സമയം എടുക്കും. വേറെ ഉണ്ടോ കയ്യിൽ? പ്രേമന് ഇതൊക്കെ താല്പര്യമാണ്. അതിന് ആണുങ്ങളാവുമ്പോ ഇത് പിന്നെ ആണുങ്ങളോ പെണ്ണുങ്ങളോ ഒന്നുമില്ല, ആർക്ക് വേണേലും വായിക്കാം. എന്നാ പിന്നെ വേണ്ടി ഇവിടെ തൊട്ടങ്ങ് വായിച്ചാൽ മതി. എന്തോന്നാ ഇത്?
ഇത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ കടമറ്റത്ത് കത്തനാര് ബഹുകേമ. വായിച്ചു വായിച്ച് പണ്ടാരടങ്ങ്. എന്താ യക്ഷിയെ പേടിയാണ്? ദൈവത്തെ പേടിയില്ല, പിന്നെ യക്ഷി. പക്ഷെ താൻ പേടിക്കണം. പിന്നെ ദിവസവും ഭൗതിസഭ നടത്തുന്നത് ഞാൻ എന്തിനാ യക്ഷിയെ പേടിക്കുന്നത്? വേണ്ടി വന്ന ആ യക്ഷിയെ തളയ്ക്കാൻ എനിക്കറിയാം. അയ്യോ, പേടിക്കണ്ട, പൂച്ച എങ്ങാണ്ട് ചാടിയതാ. ഓ, ഞാൻ പ്രേമേന്ദ്രൻ, ഈ വീട്ടിലെ പുതിയ താമസക്കാരനാണ്. എന്താ ജോലി? യുക്തിവാദി അസോസിയേഷന്റെ ജില്ലാ പ്രസിഡന്റ്. അടുത്ത ആഴ്ച ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്. ഒരാഴ്ച കൂടെ ഉണ്ടാവും. ഞാൻ ലോനപ്പൻ നായർ, പഴയ പട്ടാളമായിരുന്നു. എൻ്റെ വീടായിരുന്നു ഇത്. വിക്രമൻ നായർ മേടിച്ചിട്ട് 1.5 വർഷമായി. ആ പോട്ട്. പിന്നൊരു കാര്യം, ഈ വീട്ടിൽ കിഴങ്ങേറി വെക്കാൻ പാടില്ല. എന്തോന്ന്? ആ, കിഴങ്ങേറി. ഇന്ന് കണ്ടത് മുഴുവൻ വട്ടന്മാരാണല്ലോ ദേ. അല്ലെങ്കിൽ വേണ്ട. ആ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഉണ്ടല്ലോ. ഫുൾ സെറ്റപ്പാ. എന്താ ഇവിടെ ഒരു പരിശോധന? വയറ്റിലോട്ട് വല്ലതും പോകണ്ടേ? വല്ലതും ഉണ്ടോന്ന് നോക്കിയതാ. അപ്പൊ ഇവിടെ തിന്നാനും കുടിക്കാനും ഒന്നും ഇല്ലേ? ആ, ഇരിക്കുന്നു. പൊറോട്ട, ചിക്കൻ ഫ്രൈ. എന്താ വേണം? ചേടാ, ആ പടച്ചോറെങ്കിലും തിന്നിട്ട് വന്നാ മതി. ആ, പോറ്റി കൈത്തമില്ലെങ്കിൽ ഞാൻ പുട്ടുണ്ടാക്കി തരാം. അതെ, വിശന്നിരിക്കുമ്പോ എന്തോ നയിത്തമാണടേ. ആ, വിശപ്പ് മാറിക്കഴിഞ്ഞാൽ അയിത്തം ഉണ്ടല്ലേ? പിന്നൊരു കാര്യം പറഞ്ഞേക്കാം, പോറ്റിയല്ല നമ്പൂതിരി. ഓ, അതാണല്ലോ ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതൊക്കെ പോട്ടെ, പുട്ടെങ്ങനെ തന്നെ തിന്നു? തന്നെയല്ലല്ലോ, നമ്മൾ രണ്ടുപേരല്ലേ. അയ്യടാ, നല്ല തമാശ. പോറ്റിക്ക് പുട്ടുണ്ടാക്കാൻ അറിയാമോ? ഇല്ല. കറിയോ? ഇല്ല. പിന്നെ തനിക്ക് എന്തോന്നറിയാം? എനിക്ക് വെള്ളച്ചോറും ശർക്കര പായസവും ഉണ്ടാക്കാം. ഓ, എന്നെ പറഞ്ഞാൽ മതിയല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത വീട്ടിലെങ്ങനെ ചെന്നേ കറിക്ക് വല്ലതും കിട്ടുമെന്ന് ചോദിച്ചാലോ? നല്ല ഐഡിയ. എന്തായാലും നമുക്ക് അവരെ പരിചയപ്പെടുകയും ചെയ്യാം. എന്നെ താൻ പുട്ടുണ്ടാക്കി, ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. അതെ, ഞാൻ പോയി ചോദിച്ചിട്ട് വരാം, നീ പുട്ടുണ്ടാക്കി. ഓ, അതെ, പോകുമ്പോൾ തോർത്ത് കെട്ടിട്ട് പോകാം. പുറത്തെല്ലാം മഞ്ഞുണ്ട് കേട്ടോ. ഇവിടെ ഒന്നും ആരെയും കാണുന്നില്ലല്ലേ, എല്ലാവരും ഉറങ്ങിക്കാണും. നീ സാധനമൊക്കെ ഞാൻ എവിടെ പോയി ഉണ്ടാക്കും? ആഹാ, ഇത് തുറന്നു കിടക്കുമായിരുന്നു. ഇവിടെ ഒന്നും ആരെയും കാണുന്നില്ലല്ലോ. ഇതാരും ഇല്ലേ? ബെല്ലൊന്ന് അടിച്ച് നോക്കാം. ഹലോ ചേട്ടാ, ചേച്ചി, ഇവിടെ ആരും ഇല്ലേ? ആരാ? ഉയ്യോ, ആരാന്ന്? ഇത്രയും സൗന്ദര്യമുള്ള പെണ്ണോ? അതോ ഇനിയും വല്ല അപ്സരസും വല്ലോ ആണോ? ആരാണെന്നല്ലേ ചോദിച്ചത്? ഞാനാ, അപ്പുറത്തെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാൻ വന്ന സതീഷ് നമ്പൂതിരി. എന്ത് വേണം? കറി വെക്കാൻ. കറി വെക്കാൻ? കറി വെക്കാൻ കിഴങ്ങുണ്ടോ? കിഴങ്ങോ? കിഴങ്ങ്. ആരാ മോളേത്? മോളാകത്ത് പോ. എന്താ ഇവിടെ കിടന്ന് കറങ്ങുന്നത്? വീട്ടിൽ പോ നോക്ക്. അപ്പൊ കിഴങ്ങോ? കിഴങ്ങ്, അവൻ്റെ അമ്മൂമ്മയുടെ കിഴങ്ങ്. പരട്ട കിളവന് വരാൻ കണ്ട സമയം. ഇനി എന്തോ ചെയ്യും? നല്ല പാലപൂത്ത മണം. പാലാപ്പള്ളി തിരുപ്പള്ളി കുളിരുണ്ട കുളിനാ. പാലാപ്പള്ളി തിരുപ്പള്ളി ഒന്നാങ്കുന്നു നടന്നോണ്ട് നടന്നാരോ കുന്നിതിറങ്ങു. ഇതെന്താ? അച്ഛൻ കാണാതെ എടുത്തോണ്ട് വന്നതാ. എന്ത് കിഴങ്ങ്. പേര് പറഞ്ഞില്ല. നീലിമ. നീലിമ സതീഷ്. സതീഷ് നീലിമ. കൊള്ളാം.
അയ്യോ പ്രേതം. ഓ, സന്ധ്യയൊക്കെ മുമ്പ് വരാമെന്ന് പറഞ്ഞിടത്തിന് ഇതുവരെ കാണുന്നില്ലല്ലോ. സമയം 10 മണിയായി. എല്ലാം വഴിയേറെ തുടങ്ങിയപ്പോൾ പോയി കിടക്കുന്നുണ്ടാവും. എന്താണ് അടുക്കള വാതിൽ വഴി? ആരാ? ഞാനാ സോണിയ. ഓ, നീയായിരുന്നാ? ആ, കയറി പോര്. നിനക്ക് എവിടെ ചെന്നാലും ഈ അടുക്കള വാതിലേ ഉള്ളല്ലേ? എന്താണ് തലയിലൊരു കെട്ടൊക്കെ? അല്ല, സാധനം കിട്ടിയായിരുന്നോ? കിട്ടി, അപ്പോഴും ഞാനൊന്ന് കിടക്കട്ടെ. എടാ, നീ പോയി കുളിച്ചിട്ട് വാ, വല്ലതും കഴിക്കാം. ഓ, വിശപ്പില്ല. ശാപം. ആ, താൻ പോയിട്ട് വന്നോ? എടാ, പോയിട്ടെല്ലാം കിട്ടിയോ? വേണ്ട, കിഴങ്ങ് കിട്ടി. എന്താ ഈ കയറ് തൂങ്ങിക്കിടക്കുന്നത്? ഇത്രേ കിട്ടിയുള്ളൂ, ബാക്കി അവർ മുറിച്ചെടുത്തു. ഞാൻ പോയിന്ന് കിടക്കട്ടെ. തൂങ്ങിക്കിടന്ന് കഴുത്തിന് നല്ല വേദന. ഓ, വന്നത് നിന്നത് ഒക്കെ കണക്കാ. അയ്യോ, ആ, ഞാൻ പറയാം. എന്താ അവിടെ ഒരു പ്രേതമാണ്. ആ, എന്നിട്ട് പ്രേതം കിഴങ്ങും കൊണ്ടുപോയി. എടാ, പൊട്ടൻ പോറ്റി. പൊട്ടൻ നമ്പൂതിരി. ആ, പൊട്ടൻ നമ്പൂതിരി. നീ അല്ലേ ഇപ്പൊ കിഴങ്ങ് കൂടാതെ അങ്ങോട്ട് നീ പേടിക്കാതെ, നമുക്ക് പുറത്തിറങ്ങി നോക്കാം. ഒന്ന് പുറത്ത് പോയി നോക്കിയിട്ട് എടാ, ഇത് പുറത്തുനിന്ന് പൂട്ടിയേക്കാണല്ലോ. അയ്യോ, നമ്മളെ എന്താ ബഹളം വെക്കാതെ നമുക്ക് അപ്പുറത്തെ വാലിൽ കൂടെ പോയി നോക്കാം. വാ. അയ്യോ അയ്യോ, ഇതും തുറക്കുന്നില്ലല്ലോ. നീ നീ പേടിക്കാതെ നമുക്ക് വഴി ഉണ്ടാക്കാം. എടാ, നീ കരയാതാ. നീ കരയാതാ. ഞാനല്ലല്ലോ കാര്യം, നീ അല്ലേ കാര്യം. അയ്യോ, കറണ്ടും പോയി. അയ്യോ പ്രേമ, നിനക്ക് പേടിയോ? എടാ, പേടിയില്ല, പക്ഷെ എനിക്കത് ബോധം പോകുന്ന പോലെയൊക്കെ ഒരു തോന്നല്. അയ്യോ, നീ നിന്റെ ബോധം കളയുന്നേ. ഞാനെന്താ ചെയ്യും? ആ സോണി ഒന്ന് വിളിച്ചാലോ? അല്ലേ വേണ്ട. ദൈവമേ, നമ്മളിത് എന്താ ചെയ്യും? എടാ പോറ്റി, നീ കരയാതെ. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു, ഞാൻ പോറ്റിയല്ല നമ്പൂതിരിയാണ്. ഓ, ഇരുട്ടത്തിപ്പ ആരായാലും എന്തുവാ. അയ്യോ, ആണ് വീണ്ടും ആരാണ് കൊണ്ടത്? എടാ, നമുക്ക് വാതിൽ തുറക്കാം. എനിക്ക് വയ്യ. എടാ, നമുക്ക് വാതിൽ പോയി തുറക്കാം. വാ. അത് വേണം. എടാ, നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണെങ്കിൽ നീ എണീക്ക്. വാ. എന്നാ വാ, പോയിട്ട് വരാം. പ്രേമ, നിനക്ക് പേടിയുണ്ടോ? ചെറിയൊരു പേടി ഉണ്ടടാ. എന്നാ നീ എന്റെ ചരടെ പിടിച്ചു. ആ ചരടല്ല, ഈ ചരട്. കരണ്ട് വന്നു, ആശ്വാസമായി. കണ്ടോ ഈ ചരടിന്റെ ശക്തി കണ്ടോ? എന്നാ നീ പോയി പുട്ടുണ്ടാക്ക്. ഓ, നമുക്ക് ആദ്യം വാതിൽ പോയി തുറക്കാം. ഇവിടെ ആരും ഇല്ലല്ലോ. അതെ, ഇവിടെ ആരും ഇല്ലല്ലോ. വാ, നമുക്ക് പോയി പുട്ടുണ്ടാക്കാം. വാ. വെറുതെ ഓരോരോ തോന്നലുകൾ. അല്ല, നീ അവിടെ സൂചിച്ചിരിക്കുവാണ്. ഈ കിഴങ്ങെടുത്തങ്ങ് ശരിയായിക്കേ. അവന്റെ ഒരു കിഴങ്ങ്. അയ്യോ, ഇത് നീലിമയല്ലേ? ഏത് നീലിമ? ഇന്നലെ എനിക്ക് കിഴങ്ങ് കൊണ്ടു തന്നു നീലിമ. ഇത് 2 വർഷം മുമ്പുള്ള പത്രമാണല്ലോ. ആ, ചേട്ടനായിരുന്നോ? ചേട്ടൻ എന്താ രാത്രിയില്? വെട്ടം കണ്ടോട്ട് കയറിയതാ. പട്ടാളക്കാർക്ക് രാത്രിയും പകലും ഉണ്ടോ? നിങ്ങൾ ഇത്യോദയ അസോസിയേഷൻ്റെ ആരാണെന്നാ പറഞ്ഞത്? ജില്ലാ പ്രസിഡന്റ്. ജില്ലാ പ്രസിഡന്റ്. സമയം കിട്ടുമ്പോൾ ഈ പത്രം ഒന്ന് വായിച്ചേ. ഞാൻ വരട്ടെ. ഇതും 2 വർഷം മുമ്പുള്ള പത്രമാണല്ലോ. മാനസിക രോഗിയായ യുവാവിൻ്റെ ആക്രമണത്തിൽപ്പെട്ട അച്ഛനും മകളും മരിച്ച നിലയിൽ കാണപ്പെട്ടു. രാത്രി വീട്ടിലെത്തി കറി വയ്ക്കാനായി ഉരുളക്കിഴങ്ങ് ആവശ്യപ്പെട്ട ഇയാൾ പിതാവുമായി തർക്കത്തിലാവുകയും അച്ഛനെയും മകളെയും തലക്കടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. വിവരമറിഞ്ഞെത്തിയ ഹൗസ് ഓണറെ കഴുത്തിന് വെട്ടി പരിക്കേൽപ്പിച്ച പ്രതി പോലീസ് എത്തുന്നതിന് മുൻപ് തന്നെ താമസിച്ചിരുന്ന വാടക വീട്ടിൽ തൂങ്ങി മരിച്ചു. മാനസിക രോഗിയായ യുവാവിൻ്റെ ആക്രമണത്തിൽ പരിക്കേറ്റ റിട്ടയർഡ് കേണൽ ലോനപ്പൻ നായർ അന്തരിച്ചു. എടാ, അപ്പൊ നമ്മൾ ഇത്ര നേരം കണ്ടോണ്ടിരുന്ന ആൾക്കാരൊക്കെ ആരാടാ? ആർക്കറിയാണ്?
എത്ര നേരമായി നിന്നെ വിളിക്കുന്നു പ്രേമ? നീ എന്താ ഫോൺ എടുക്കാത്തേ? ഇവിടെ നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നീ അറിയുന്നുണ്ടോ? നിന്റെ ഫ്രണ്ടില്ലേ ആ സോണി, അവൻ്റെ ബൈക്ക് ഇന്നലെ ആക്സിഡൻ്റായി. അപ്പം തന്നെ തീർന്നെന്നാണ് കേട്ടത്. അയ്യോ, ഒരു സമാധാനം ഇല്ലടാ. പിന്നെ സമ്മേളനം എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് കറങ്ങാതെ വേഗം ഇങ്ങ് പോന്നേക്കണം. കാവിലെ പൂജ കഴിഞ്ഞാലും മാർത്താണ്ഡ തിരുമേനി അങ്ങ് പോകും. അതിനു മുമ്പ് നിന്റെ അരയിൽ കിടക്കുന്ന ഏലസ് ഒന്നുകൂടെ പൂജിക്കാൻ കൊടുക്കണം. അങ്ങനെയെങ്കിലും കുറച്ച് ദൈവാധീനം ഉണ്ടാവട്ടെ. അയ്യോ, നീ എന്തിനാണ് മറ്റേ എനിക്കെടുത്ത് ചവിട്ടിയത്? എടാ മഹാഭാവി, എൻ്റെ അപ്പൻ ജപിച്ച ഏലസ് കെട്ടിക്കൊണ്ടാണോടാ ഇത്രയും നേരം നീ എൻ്റെ നെഞ്ചത്ത് കിടന്ന് തുള്ളിയത്? നിന്നെ ഇന്ന് ഞാൻ... അയ്യോ, രണ്ടും പേടിച്ച് സ്ഥലം വിട്ടുകയാണ്. ഏതായാലും ഈ പ്രേതങ്ങളെ കൊണ്ട് കുറച്ച് കാശൊപ്പിക്കാൻ പറ്റിയത് തന്നെ ദൈവാധീനം. ആഹാ, ഇവിടെ കിടപ്പുണ്ടായിരുന്നു. ഹലോ, ആംബുലൻസ് സർവീസ് അല്ലയോ? വിക്രമൻ പിള്ളയാ. ആ, ചത്ത ബോഡിയാന്നോ ജീവനുള്ള ബോഡിയാന്നോന്നേ നിങ്ങൾ നോക്കിയാൽ മതി. ഹലോ, വിക്രമൻ പിള്ളയാ. നിങ്ങളിങ്ങ് പോരെ. വാടകക്കാരോ അവരിന്ന് തന്നെ ഒഴിക്കും. പിന്നെ നിങ്ങളൊന്നും കൊണ്ടുവരണ്ട, എല്ലാ സൗകര്യങ്ങളും ഉള്ള വീടാണ്. മൊത്തം സെറ്റപ്പാണ്.